കഴിഞ്ഞ വീഡിയോയിൽ ടോസ്റ്റ് വേൾഡിൽ വന്ന കാര്യം ഞാൻ കാണിച്ചിരുന്നു. ആ വീഡിയോയിൽ ത്രിപ്സ് എന്ന ഫ്രഞ്ച് ഫുഡ് ഉണ്ടാക്കുന്ന വിധം കാണിച്ചിരുന്നു. ഫ്രഞ്ച് ഫുഡായ ത്രിപ്സും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതിന് വലിയ ഉപകരണങ്ങളൊന്നും വേണ്ട. ചപ്പാത്തി ചുടുന്ന ഒരു ചട്ടിയും അതിന് ഫ്രൂട്ട്സ് മാത്രം മതി. മസാല ദോശ ചുടുന്നതിനേക്കാളും എളുപ്പം. മസാല ദോശയുടെ ഉള്ളിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വെക്കുന്നതിന് പകരം ഇവിടെ ഫ്രൂട്ട്സ് ആണ് ഉള്ളിൽ വെക്കുന്നതെന്ന് മാത്രം വ്യത്യാസം. അതിൻ്റെ പൊടികൾക്ക് വ്യത്യാസം ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിൽ എല്ലാ സ്ത്രീകൾക്കും സുഖമായിട്ട് ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കുന്ന ഒരു പലഹാരമാണ് ത്രിപ്സ്. ഭക്ഷണമായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അതാണ് കഴിച്ചത്. ഇവിടുത്തെ കല്ല് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഹണി വൈറ്റ് കളറാണ്. അതെ, അത് തേനിൻ്റെ നിറമില്ലേ, അത് ഇവിടെ നിന്നുണ്ടാവുന്ന സ്റ്റോണാണ്. അതുകൊണ്ട് എല്ലാ കെട്ടിടങ്ങൾക്കും ആ കളറുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഭംഗിയും. ഇവിടെ എത്ര നേരം നടന്നാലും നമുക്ക് മടുപ്പ് വരില്ല. ഒരു പുഴയല്ല, ഒരു തോട്, അതിൻ്റെ തീരത്താണ് ഈ എല്ലാവരും നടക്കുന്നത്. ആ തോട്ടിലിറങ്ങി എല്ലാവർക്കും കളിക്കാനുള്ള സൗകര്യമുണ്ട്. കുട്ടികളും വലിയ ആൾക്കാർ വരെ അതിലിറങ്ങി കളിക്കുന്നുണ്ട്. അത്രയും വൃത്തിയുള്ള ജലമാണ് അതിലെ ഒഴുകുന്നത്. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് എല്ലാം തന്നെ ഫ്രാഞ്ചൈസിൽ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ഓഫീസ് തുടങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവൻ്റെ കടയും പോസ്റ്റ് ഓഫീസും ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ പോസ്റ്റ് ഓഫീസ് നടത്തുന്നത് റോയൽ മെയിൽ ആൻഡ് പാർസൽ ഫോഴ്സ് വേൾഡ് വൈഡ് UK സർവീസ്. ഇത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എന്നിരുന്നാലും എല്ലാം ഫ്രാഞ്ചൈസിലാണ് അധികവും വർക്ക് ചെയ്യുന്നത്. ഈ ഗ്രാമത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ പാലസിലാണ് വിൻസ്റ്റൺ ചർച്ചിൽ ജനിച്ചത്. നമുക്ക് സ്വാതന്ത്ര്യം തരരുതെന്ന് നിർബന്ധം പിടിച്ച അന്നത്തെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതിമ ലണ്ടനിൽ കണ്ടിരുന്നു. ഗാന്ധിജിയുടെ അടുത്തല്ല, എന്നാലും ഗാന്ധിജിയും ഒരു 2-3 പ്രതിമകൾക്ക് മുമ്പായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ ഗ്രാമം പണ്ട് മുതലേ പ്രശസ്തമാണ്. ഊളന് വളരെ പ്രശസ്തമായിരുന്നു. ഊളൻ കച്ചവടം ചെയ്ത് ഇവിടെ എല്ലാവരും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായി. ഇവിടെ ഡിസ്റ്റിലറി ഉണ്ട്. അതേ, ഇംഗ്ലണ്ടിൽ എവിടെ ചെന്നാലും ആ ഗ്രാമത്തിൽ ഡിസ്റ്റിലറി ഉണ്ടാവും. അവിടെ അവരുടേതായ പാനീയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതാ, ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെത്തി. ഇവിടെ കാർ പാർക്ക് ചെയ്യാം. 90 മിനിറ്റിന് ഫ്രീ ആണ്. 90 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് അധിക ചാർജ് എടുക്കും. അത് പേ ചെയ്യേണ്ടതും നമ്മുടെ കടമയാണ്. അത് പേ ചെയ്യാതെ പോയാൽ നമ്മുടെ വീട്ടിൽ നോട്ടീസ് വരും. അത് തീർച്ചയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം മേടിച്ച് കഴിച്ചു കാർ പാർക്കിൽ നിന്ന്. എന്നിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഒന്ന് കണ്ടാലും.
അടുത്ത ഗ്രാമത്തിലെത്തി. കാർ പാർക്ക് ചെയ്ത് കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് ഞങ്ങൾ. ഇത് അവിടുത്തെ പശുക്കളെ കണ്ടില്ലേ? നടുവിൽ വെളുത്ത നിറം, ബാക്കി എല്ലായിടവും കറുപ്പ്. അതെല്ലാ പശുക്കൾക്കും ഒരുപോലെ തന്നെ വെളുത്ത നിറവും കറുപ്പും. അതാണ് അതിൻ്റെ ഒരു ആകർഷണം. ഇവിടുത്തെ കല്ലും അവിടുത്തെ പോലെ തന്നെ കണി കലർന്ന ഒരു യെല്ലോ കളറുള്ള കല്ല് തന്നെയാണ്. ഇതും ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമം പ്രശസ്തം. ഇവിടെ മീൻ വളർത്തുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കടമത്തോടിൽ മീൻ വളർത്ത് ഗ്രാമങ്ങളിൽ ഇതുപോലെ ടൂറിസം തുടങ്ങാവുന്നതാണ്. ഇവിടെയും തോടുണ്ട്. തോട്ടിൽ താറാവുകളും അരയന്നങ്ങളും. എവിടെ ചെന്നാലും ഇംഗ്ലണ്ടിൽ പള്ളി ഉണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ അമ്പലം ഉള്ളതുപോലെ. ഈ പള്ളികൾ കാണിക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടേണ്ട. ഇവിടെ അമ്പലങ്ങളൊന്നും കാണുന്നില്ല. അതിന് പ്രത്യേകിച്ച് എവിടെയെങ്കിലും അന്വേഷിച്ച് പോകണം. അതിന് നമുക്ക് സമയമില്ലല്ലോ. ഇവിടെ ക്രിസ്ത്യാനികൾ 46% ക്രിസ്ത്യാനികളാണ്. അപ്പം മറ്റ് ജാതിക്കാർ വളരെയധികം കൂടുതലുണ്ടാവും നിങ്ങൾ വിചാരിക്കും. തെറ്റിപ്പോയി. 38% മതമില്ലാത്തവരാണ്. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്ത് കാണണേ. എൻ്റെ ചാനൽ ഷെല്ലി.